അങ്ങനെ എപ്പിസോഡിന് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ പഴയ ഒരു സീനാണ്. ദോഹാനാണെങ്കിൽ തായ്ലാൻഡിൽ ഒരാളെ ഇങ്ങനെ ഫോളോ ചെയ്തിട്ട് ചെയ്യാനായിരിക്കും കേട്ടോ. അപ്പോൾ അയാളോടെ ഇരിക്കുമ്പോൾ അവനാണെങ്കിൽ ഒരു കടയുടെ അവിടെ വന്ന് ആ ഒരു പത്രം നോക്കി നിൽക്കുന്നുണ്ടാകും. അപ്പം നമ്മുടെ യൂറയാണെങ്കിൽ ആ ഒരു കടയിൽ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യണമായിരിക്കും കേട്ടോ. അപ്പോൾ അവളാണെങ്കിൽ ഓർഡർ ചെയ്യാൻ പറയുമ്പോൾ അവൻ ഓർഡർ ചെയ്യാതെ മറ്റേ ആളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ ഫോളോ ചെയ്തിരിക്കുമ്പോൾ തന്നെ ഇവൾ പിന്നെയും ഓർഡർ ചെയ്യാൻ പറയും. അങ്ങനെ ഇവനിങ്ങനെ പറയും എനിക്കിതെന്ന് പറഞ്ഞ് ഏതോ സാധനം ഓർഡർ ചെയ്യുന്നുണ്ടാകും. അങ്ങനെ ഇവളാണെങ്കിൽ ആ ഓർഡർ ചെയ്ത സാധനമായിട്ട് വരുമ്പോൾ എന്താ അവിടെ ആണെങ്കിൽ ദോഹാൻ ഉണ്ടാവില്ല. ദോഹാൻ മറ്റേ പുറകെ പോയിട്ടുണ്ടാകും. അങ്ങനെ ആ ഒരു കൂട്ടുകാർ പറയുന്നുണ്ടാകും എന്തേ അയാൾ കാശ് രണ്ട് പോയാ, ഇത് നീ തന്നെ പൈസ കൊടുക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ സംസാരിച്ച് നിൽക്കും. അങ്ങനെ പിറ്റേന്നാകുമ്പോൾ അവൻ ആ കടയിലിരുന്ന് കഴിക്കുന്നുണ്ടിട്ട് അവളിങ്ങനെ പറയുന്നുണ്ടാകും അതെ ഇന്നലെ ഓർഡർ ചെയ്തതിൻ്റെ പൈസ തന്നിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അവനാണെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് പറയും ബാക്കി നീ വെച്ചോളാൻ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഇവളാണെങ്കിൽ ആ കടയിൽ കയറി ആ പൈസ കൊടുത്തിട്ട് ഇറങ്ങുമ്പോൾ എന്താ അവൻ ഉണ്ടാവില്ല. അങ്ങനെ അവൾ പിന്നെയും അവിടെ വർക്ക് ചെയ്യുമ്പോൾ അവൻ പിന്നെയും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി വരുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ദോഹാൻ്റെ അച്ഛനാണെങ്കിൽ ഇങ്ങനെ ഫോൺ ചെയ്യുന്നുണ്ടാകും. അങ്ങനെ വീഡിയോ കോൾ ആയിരിക്കും കേട്ടോ. അപ്പം അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ടാകും എടാ നീ എന്തിനാണ് തായ്ലാൻഡിലോട്ട് പോയത്, മര്യാദക്ക് തിരിച്ച് വീട്ടിലേക്ക് വാ, നിന്റെ കല്യാണം അടുത്തിരിക്കണല്ലേ, നിനക്ക് എത്ര വയസ്സായെന്ന നിന്റെ വിചാരം, ഈ കൊല്ലം തന്നെ കല്യാണം കഴിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അച്ഛനും അമ്മയും അതുപോലെ തന്നെ നമ്മുടെ ജിഹാനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പം തന്നെ ഇവനാണെങ്കിൽ ഫോൺ ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ അച്ഛനിങ്ങനെ പറയും എൻ്റെ സ്ക്രീനൊക്കെ ആകെ ബ്ലാക്ക് കളർ, എന്ത് കണക്ഷൻ പോയോ എന്നൊക്കെ പറയുമ്പോൾ ജിഹാൻ പറയും ഈ കണക്ഷനൊന്നും പോയിട്ടില്ല, എന്തോ മറച്ച് വെച്ചേക്കണേന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പം അച്ഛൻ പറയും അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞാനപ്പോൾ എന്താ പറഞ്ഞു നിർത്തിയെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പെങ്കൊച്ചാണെങ്കിൽ ആ ഒരു ഫോൺ എടുത്തിട്ട് പറയും ഈ കൊല്ലം കല്യാണം കഴിക്കണം അല്ലെങ്കിൽ ശരിയാവില്ല, അവിടെയാണ് പറഞ്ഞെടുത്തതെന്നും പറഞ്ഞ് അവൾ ഫോൺ അവിടെ വെക്കും കേട്ടോ. അപ്പം എല്ലാവരും പറയും ഏതാ പെണ്ണ്, നിൻ്റെ ഗേൾ ഫ്രണ്ടൊക്കെ ആണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും അതെ എൻ്റെ ഗേൾ ഫ്രണ്ടാണ്, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു അച്ഛനും അമ്മയ്ക്കൊക്കെ വല്ലാത്തൊരു അതിശയാകും കേട്ടോ. അങ്ങനെ ഇവനാണെങ്കിൽ ഫോൺ കട്ട് ചെയ്തിട്ട് പറയും നീ നന്നായിട്ട് കൊറിയൻ സംസാരിക്കുന്നുണ്ടല്ലോ, നിനക്കത് അങ്ങനെ അറിയാം, പിന്നെ ഒരുപാട് നന്ദിയുണ്ട് അങ്ങനെ പറഞ്ഞതിലെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും ആ നന്ദി ഉണ്ടെങ്കിൽ ഇനി മുതൽ ഇവിടുന്ന് ഭക്ഷണം കഴിക്കരുത് അത്ര തന്നെ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അവൾക്കൊരു തലവേദനയാണ്, അതുകൊണ്ടാണ്. അങ്ങനെ പിറ്റേന്ന് ഇവളിങ്ങനെ പാർട്ട് ടൈം ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോൾ എന്താ ഇവൻ അപ്പുറത്തെ കടയിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത് അവൾ കാണുന്നുണ്ടാകും. അങ്ങനെ അവളാണെങ്കിൽ സ്ഥിരം അവനിങ്ങനെ കാണുന്നുണ്ടാവും കേട്ടോ ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം അവളുടെ പണിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എന്താ ഇവൻ വേറെ സ്ഥലത്ത് നിന്ന് ഫുഡ് കഴിക്കണമായിരിക്കും. അങ്ങനെ ഇവളെ നോക്കി നിൽക്കുമ്പോൾ അവൾ ചോദിക്കും എന്തേ നോക്കണമെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും നിനക്ക് ഫുഡ് വേണോ, നീ ആകെ ക്ഷീണിച്ചിരിക്കണേയുള്ളൂ, എന്തെങ്കിലുമൊക്കെ കഴിക്കുമെന്നും പറഞ്ഞ് അവളെ വിളിച്ചു വരുത്തി അവളുടെ അടുത്ത് ഫുഡ് കഴിക്കാൻ പറഞ്ഞ് അവരെങ്ങനെ ഫുഡൊക്കെ കഴിക്കട്ടോ. അപ്പോൾ അവൻ പറയും ഞാൻ നിനക്ക് നാളെയും മറ്റന്നാളൊക്കെ ഫുഡ് മേടിച്ചിടാമെന്നും പറഞ്ഞ് അവരങ്ങനെ ഒരു റിലേഷനിലൊക്കെ ആകുന്നുണ്ടാകും. ആ ഒരു സമയത്തായിരിക്കും ഇവളാണെങ്കിൽ ഇവളുടെ ആ ഒരു അച്ഛനെയും അമ്മേനെയും കൊന്നത് ആ ഒരു സമയത്തായിരിക്കും കണ്ടത്. അവൾ അവിടെ നിന്ന് ആകെ സങ്കടപ്പെട്ട് കരഞ്ഞിട്ട് നേരെ വന്നത് നമ്മുടെ ദോഹാൻ്റെ അടുത്തായിരിക്കും. എന്നിട്ട് ദോഹാനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും എന്നെയും കൊണ്ടുപോകുക പ്ലീസ് എന്നും പറഞ്ഞ് അവളെ നല്ല കരച്ചിലായിരിക്കും കേട്ടോ. അങ്ങനെയായിരിക്കും നമ്മുടെ ദോഹാനെ യൂറാനെ കെട്ടിയിട്ടുണ്ടാവുക. അങ്ങനെ ഇവർ രണ്ടുപേരും ആ ഒരു ഫ്ലാറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫ്ലാറ്റിലോട്ട് വന്നിട്ട് അവളുടെ റൂമിലോട്ട് കയറുമ്പോൾ ദോഹാൻ പറയും നീ നോക്കി നിൽക്ക് ആരൊക്കെയുണ്ടെന്നുള്ളൊരു സിഗ്നൽ കൊടുക്കും. അപ്പം തന്നെ രണ്ടുപേരാണെങ്കിൽ ഇവരുടെ നേരെ വന്നിട്ട് അവർ തമ്മിൽ നല്ലൊരു ഫൈറ്റൊക്കെ ഉണ്ടാകും. അങ്ങനെ ആ ഒരു ഫൈറ്റിൽ അവർ തന്നെയാണ് ജയിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പം നമ്മുടെ ദോഹാൻ ചോദിക്കും നിനക്ക് എന്തെങ്കിലും പറ്റുമെന്നൊക്കെ ചോദിക്കുമ്പോൾ അവളെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ അങ്ങടേക്കാണെങ്കിൽ ദോഹാൻ്റെ അച്ഛൻ കോളിംഗ് ബെല്ല് അടിക്കും കേട്ടോ. അപ്പോൾ ഇവരാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് പോകും. അപ്പോൾ ഇവൾ പറയും പെട്ടെന്ന് ഇവരെടുത്ത് മാറ്റാൻ പറയുമ്പോൾ നമ്മുടെ ദോഹാനാണെങ്കിൽ ഇവരെ രണ്ടുപേരും മേളത്തെ റൂമിൽ കൊണ്ടുപോയി ആക്കുന്നുണ്ടാകും കേട്ടോ. അപ്പം തന്നെ അച്ഛനാണെങ്കിൽ അവരെ ബെല്ലടിക്കാത്തതുകൊണ്ട് ഇവർ വരുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ പാസ്വേഡ് അടിച്ച് കയറുന്നുണ്ടാകും. അപ്പം നമ്മുടെ യൂറയാണെങ്കിൽ ഈ ഒരു ഡോറുണ്ട് വേറൊരു ഡോറുണ്ട്, ആ ഒരു ഡോറിൽ ഇങ്ങനെ മുറുക്ക പിടിച്ച് നിൽക്കണം കേട്ടോ. അപ്പം അച്ഛൻ പറയും എന്താ നീ ലേറ്റ് ആയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആ ഒരു ഡോറ് തുറക്കാൻ വേണ്ടി പോകുമ്പോൾ എന്താ ഭയങ്കര കനം. അപ്പം അച്ഛൻ പറയും ഇതെന്തത് എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും അറിയില്ല ഭയങ്കര സ്റ്റക്കായിപ്പോ എന്നാ തോന്നണേന്നും പറഞ്ഞ് നമ്മുടെ യൂറ മാക്സിമം അച്ഛൻ തുറക്കാത്ത രീതിക്ക് ഇങ്ങനെ പിടിക്കുന്നുണ്ടെങ്കിലും അവളെ കൊണ്ട് പറ്റില്ല. അച്ഛനങ്ങ് ആഞ്ഞു തുറക്കും. അങ്ങനെ അച്ഛനകത്തോട്ട് കയറി വന്നിട്ട് പറയും ഇതെന്തേ കാണുന്നത്, ഇവിടെയൊക്കെ എന്താ അലങ്കോലായിട്ട് എടുക്കണേന്നൊക്കെ ചോദിക്കും. ദോഹാൻ എന്തേ അവൻ നീയും തമ്മിൽ എന്തെങ്കിലും ഇടി ഉണ്ടാക്കിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടാകും കേട്ടോ. അപ്പം തന്നെ നമ്മുടെ ദോഹാനാണെങ്കിൽ മറ്റവരൊക്കെ ആണെങ്കിൽ സെലോ ടേപ്പ് വെച്ച് ഒട്ടിക്കണായിരിക്കും മുഖവും കയ്യും ഒക്കെ. എന്നിട്ട് അവനാണെങ്കിൽ അവൻ്റെ കൂട്ടാനെ വിളിക്കുന്നുണ്ടാവും കേട്ടോ ഇവരെ കൊണ്ടുപോകാൻ ഉള്ളൊരു കേസ്. അച്ഛൻ കണ്ടു കഴിഞ്ഞാൽ സീനാണല്ലോ. അപ്പോൾ ഇവൻ വിളിക്കുമ്പോൾ കൂട്ടാനും എടുക്കില്ല. അങ്ങനെ ഇവനാണെങ്കിൽ ചെറിയനെ വിളിച്ചിട്ട് പറയും എടേ നീ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വാ, നീ മാത്രമല്ല അവനെ വിളിച്ചോന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പം തന്നെ ഇവളാണെങ്കിൽ പറയും ദേ നിങ്ങളെ വിളിക്കേണ്ടെന്നും പറഞ്ഞ് അവരെ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ദോഹാൻ അങ്ങനെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും അച്ഛൻ ശരിക്കും നാളെയല്ലേ വരേണ്ടത്, ഇന്നെന്താ വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ പറയും ഞാൻ നിന്നോട് ഫോണിൽ വെച്ച് പറഞ്ഞതല്ലേ ഞാനും ആ മിസ് പാർക്കും ബ്രേക്കപ്പ് ആയെന്നുള്ള കാര്യം, ഇനി മേലിൽ ഞാൻ അവൾക്ക് മിണ്ടാൻ പോകാം എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും
ബ്രേക്കപ്പ് ആയോ? അങ്ങനെയാണെങ്കിൽ എടി വൈനെടുത്ത് നമുക്ക് കള്ള് കുടിക്കാമെന്നും പറഞ്ഞ് അച്ഛന് കുറേ കള്ളൊക്കെ കൊടുത്തിട്ട് അച്ഛൻ അങ്ങ് മയക്കി കിടത്തിയിട്ട് ആ 2 പേരെയാണെങ്കിലും നമ്മുടെ ദോഹാൻ്റെ കൂട്ടുകാരനാണെങ്കിൽ എടുത്തുകൊണ്ടും പോകുന്നുണ്ടാകും. അപ്പം ചെറിയാണെങ്കിൽ നമ്മുടെ യൂറാനെ കണ്ടിട്ട് പറയും, നിനക്ക് ഇത്രയ്ക്ക് സങ്കടമുണ്ടെന്ന് എനിക്കറിയാം, ഞാനും അങ്ങനെയൊക്കെയാണ് റിയാക്ട് ചെയ്തത്, എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഒരു ജോലിയാണെന്ന് അറിഞ്ഞപ്പോൾ. നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, എന്ത് സങ്കടം ഉണ്ടെങ്കിലും നീ എന്നെ വിളിച്ചാൽ മതി, 24 മണിക്കൂർ ഞാൻ ഉണ്ടാവുമെന്നും പറഞ്ഞ് യൂറേനോട് പറഞ്ഞിട്ട് അവൾ പോകുന്നുണ്ടാകും. അപ്പോൾ യൂറക്കാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടാവും കേട്ടോ, ഇവിടം വരെ ആൾക്കാർ വന്നല്ലോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അവനങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് അവളെ സഹായിക്കുന്നുണ്ടാകും. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ അവൻ എണീക്കുമ്പോൾ എന്താ നമ്മുടെ യൂറ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ യൂറേനെ അന്വേഷിച്ച് നടക്കുമ്പോൾ അവിടെ യൂറ ഉണ്ടാവില്ല. അപ്പോൾ അച്ഛനടുത്ത് ചോദിക്കും യൂറ എങ്ങടെ പോയെന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ പറയും, എടാ നീ സത്യം പറ, നിങ്ങൾ തമ്മിൽ തല്ല് പിടിച്ചാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ അവൻ പറയും, ഞാനൊന്നും ചെയ്തില്ല അച്ഛാന്നും പറഞ്ഞ് യൂറയ്ക്ക് മെസ്സേജ് അയക്കുമ്പോൾ യൂറ ആണെങ്കിൽ എനിക്ക് ഓൾറെഡി മെസ്സേജ് ഇട്ടുണ്ടാകും, ഞാനൊരു സ്ഥലം വരെ പോവാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ തന്നെ അച്ഛൻ അവൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ടാകും, എടാ പെണ്ണുങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും നമ്മൾ വേണം ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നിൻ്റെ അമ്മയ്ക്ക് എപ്പോഴും പൈസ കൊടുക്കുമായിരുന്നു, എൻ്റെ ശമ്പളത്തിൽ നിന്ന് ഫുൾ ഭാഗം അമ്മക്കായിരുന്നു കൊടുത്തിട്ടിരുന്നത്. എന്നിട്ട് നിൻ്റെ അമ്മ എന്താണ്ടിലൊക്കെ പൈസ ഇട്ടിട്ട് അതൊക്കെ നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ദേഷ്യം കാണിച്ച് നിന്നു. എന്നിട്ട് ഞാൻ ക്ഷമ ചോദിച്ചുകൊണ്ടാണ് അമ്മ എന്നോട് മിണ്ടിയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പം നമ്മുടെ ഇവനാണെങ്കിൽ അവൾക്ക് മെസ്സേജ് അയക്കും, നീ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരണം, ഞാൻ നിന്നെ കാത്ത് നിൽക്കുന്നുണ്ടെന്നൊക്കെ ഉള്ളൊരു മെസ്സേജ് ഉണ്ടാകും. അപ്പം നമ്മുടെ യൂറ ആണെങ്കിൽ തേകൊടുത്തുണ്ടാവും കേട്ടോ. അപ്പോൾ തേകൊടുത്താണെങ്കിൽ ആ ഒരു ഗണ്ണും പിടിച്ച് നിൽക്കണേണ്. എന്നിട്ട് പറയും, നീ ആ ഒരു മൊത്തയിൽ എവിടെ ഉണ്ടെന്ന് പറയാന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും, നിൻ്റെ വിചാരം എന്താ, മൊത്തയിലിനെ കൊന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തീരുമെന്നാണ്, നമ്മളൊക്കെ ഉണ്ടാക്കി തന്നെ ആ ഒരു യൂണിയനാണ്, അതിനെയൊക്കെ നിനക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും, അതൊന്നും എനിക്കറിയില്ല, എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ എന്താ അവൻ്റെ ഫോണിലേക്കാണെങ്കിൽ ഒരു മെസ്സേജ് ഉണ്ടാവും കേട്ടോ, ഒരു സ്പോട്ടും ഉണ്ടാകും. അത് മാത്രമല്ല അവിടെ ആണെങ്കിൽ ടാർഗറ്റ് ഉണ്ടെന്നുള്ളൊരു മെസ്സേജ് ആയിരിക്കും. അപ്പം തന്നെ ഇവളാണെങ്കിൽ ആ ഒരു സ്ഥലത്തേട്ട് പോവാന്നുള്ളൊരു രീതിക്ക് നിൽക്കും കേട്ടോ. അത് ടാർഗറ്റ് വേറെ ആരുമല്ല, നമ്മുടെ ഒച്ചാനിയോനായിരിക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ദോഹാനും അതേപോലെ തന്നെ നമ്മുടെ മിൻസോ ആയിരിക്കും കേട്ടോ. അപ്പം മിൻസോ എങ്ങനെ പറയുന്നുണ്ടാകും, പാവ അങ്കിളാ, എനിക്ക് ഒരു തവണയും കൂടി ക്യാമ്പ് ഫയറിന് പോകണം എന്നൊക്കെ പറയുമ്പോൾ അവൻ ഇങ്ങനെ പറയുന്നുണ്ടാകും, നിനക്ക് എന്താ അങ്കിളിന് എത്ര ഇഷ്ടം, നീ എന്തുകൊണ്ടാണ് അന്ന് അവിടെ വെച്ച് കരഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും, ഞാൻ ലാസ്റ്റത്തെ തബക്ക് കൊടുത്തിട്ട് അങ്കിൾ തിന്നില്ല, അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞെന്നൊക്കെ പറയട്ടോ. എന്നിട്ട് പറയും, ദേ ഫോട്ടോ കണ്ട അങ്കിൾ എന്ത് കൂളാണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് അവൾ പറയുന്നുണ്ടാകും, എന്തായാലും അങ്കിളിന് നല്ല സങ്കടമുണ്ട്, അമ്മേനോട് എൻ്റെ അടുത്ത് ക്ഷമ പറയാൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും, എന്തിനാന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും, അതൊന്നും എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ യൂറയും അതേപോലെ തന്നെ തേകുവാണെങ്കിൽ കാറിന് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ആ ഒരു ഓർഡർ പ്രകാരം നമ്മുടെ ഒച്ചാനിയോനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു സ്പോട്ടിലേക്ക്. അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവനാണെങ്കിൽ പഴയ കാര്യം ഇങ്ങനെ ആലോചിക്കും. ശരിക്കും പറഞ്ഞാൽ ഇവനാണെങ്കിൽ യൂറേനെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടെങ്കിലും യൂറാനെ ഇവനിക്കാണെങ്കിൽ കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. പലപ്പോഴും ഇവൻ യൂറാനെ കണ്ട് സംസാരിക്കണം എന്ന് ഓർക്കുമെങ്കിലും ഇവനെ കൊണ്ടത് പറ്റില്ല കേട്ടോ. അപ്പോൾ ഇവൻ്റെ കൂടെ ഉള്ള ആൾക്കാരായിരിക്കും യൂറാടെ അച്ഛനെയും അമ്മേനെയും കൊന്നത്. അപ്പോൾ ഇവനിങ്ങനെ ചോദിക്കും, എന്തിനാ ആ ഒരു അച്ഛനും അമ്മേനെയും കൊന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾ അവളെ എവിടെയെന്ന് വെച്ചിട്ട് അവർ പറയാത്തതുകൊണ്ട് ഞങ്ങളെ കൊന്നു കളഞ്ഞെന്നൊക്കെ പറയുമ്പോൾ അവൻ അതിൽ വെറും നിസ്സഹായതനായിരിക്കും കേട്ടോ. അപ്പോൾ അവരെ കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിലും നമ്മുടെ യൂറാനെ കാണുമ്പോൾ ഇവനാണെങ്കിൽ പുറകെയൊന്നും പോകുന്നുണ്ടാവില്ല. ഇവനിക്ക് യൂറാനോട് കുറച്ച് സോഫ്റ്റ് കോർണർ ഉണ്ടാകും. അങ്ങനെ ഇവരാണെങ്കിൽ ആ ഒരു കാർ പാർക്ക് ചെയ്ത് ഇറങ്ങുമ്പോൾ ഇവളാണെങ്കിൽ ഗണ്ണായിട്ട് ഇറങ്ങുമ്പോൾ അവൻ പറയും, നീ എന്തായാലും ഇങ്ങടേക്ക് വരണ്ട, നീ മിൻസോടെ അടുത്തോട്ട് പോയാൽ മതി എന്നും പറഞ്ഞ് അവളെ പറഞ്ഞു വിടുമ്പോൾ അവൾ സമ്മതിക്കില്ല. അവൾ പറയും, ഞാനും വരാമെന്ന് പറയുമ്പോൾ അവൻ പറയും, വേണ്ട നീ വരണ്ട, നിൻ്റെ അച്ഛനും അമ്മയും തായ്ലാൻഡിലുള്ള ആ ഒരു അമ്പലത്തിലുണ്ട്, അവിടെയാണ് ഞങ്ങൾ ഇങ്ങനെ കർമ്മം ചെയ്തേക്കണമെന്ന് പറഞ്ഞ് പുള്ളിക്കാൻ അങ്ങ് പോകുമ്പോൾ ഇവക്ക് വല്ലാത്തൊരു സങ്കടം വന്നിട്ട് ഇവളാണെങ്കിൽ വേറെ വഴി കൂടെ പോകുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ആ ഒരു ഒച്ചാനിയോനാണെങ്കിൽ ആ ഒരു സ്ഥലത്തിൻ്റെ അടുത്ത് 2 സ്നൈപ്പറെ നിർത്തിയിട്ടുണ്ടാകും. എന്നിട്ട് പറയും, ഞാൻ സിഗരറ്റ് കത്തിക്കുമ്പോൾ നിങ്ങൾ അവനെ കൊന്നേക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ ആ ഒരു സമയത്താണെങ്കിൽ ആ ഒരു ഡയറക്ടർ വരുമ്പോൾ ഒച്ചാനുവിന് അവിടെ ഉണ്ടാകും. അങ്ങനെ അവരിങ്ങനെ സംസാരിച്ച് നിൽക്കും. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ടാകും, ആ ഒരു മൊത്തയിൽ എന്തേന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും, അതൊക്കെ നീ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ, നീ എന്തായാലും ഇപ്പോൾ വലിയൊരു പുള്ളിയാണല്ലോ അയക്കുന്നത്, ഇതൊന്നും വെറുതെ ഒന്നും അല്ല, ഞങ്ങളുടെ യൂണിയൻ കാരണമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അങ്ങനെയൊക്കെ സംസാരിച്ച് നിൽക്കുമ്പോൾ തന്നെ ഇവളാണെങ്കിൽ നമ്മുടെ യൂറയാണെങ്കിൽ ഒരാളെ ഇടിച്ചിട്ട് അവിടെ വന്ന് ഗണ്ണും പിടിച്ച് നിൽക്കുന്നുണ്ടാകും. അയാളാണെങ്കിൽ ആ ഒരു ഒച്ചാനുവിൻ്റെ ആളെ കൊന്നിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പം തന്നെ ഇവളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ മറ്റേ ആളാണെങ്കിൽ ഒരു കൈ പൊക്കുമ്പോൾ എന്താ ആരോ ഷൂട്ട് ചെയ്യുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ അവൾ നോക്കുമ്പോൾ എന്താ തേഗുവിനെ ആരോ ഷൂട്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പം തന്നെ പെട്ടെന്ന് അടുത്തത് ആരാന്നൊക്കെ ഇങ്ങനെ നോക്കും, എവിടെ നിന്നാൽ ഷൂട്ട് വന്നതെന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടാകും. അപ്പം തന്നെ മറ്റേ പുള്ളിക്കാരാണെങ്കിൽ കൈ എടുത്ത് പൊക്കുമ്പോൾ തന്നെ മറ്റേ ഒച്ചാനെ ഷൂട്ട് ചെയ്യാൻ പോകേണ്ട ആ ഒരു സെക്കൻഡിൽ തന്നെ നമ്മുടെ യൂറയാണെങ്കിൽ ആ ഒരാളെ ആണെങ്കിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ടാകും കേട്ടോ. അപ്പം തന്നെ ആൾ ഓർക്കുമ്പോൾ ഇതെന്താ അത് ഷൂട്ട് ചെയ്യാത്ത എന്താണെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ തന്നെ ഇയാളാണെങ്കിൽ ഒച്ചാനുവിനെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ തന്നെ എന്താ നമ്മുടെ പെങ്കൊച്ചാണെങ്കിൽ അങ്ങടേക്കും ഷൂട്ട് ചെയ്യുന്നുണ്ടാകും. പക്ഷെ അയാളെ മിസ്സായി പോകുന്നുണ്ടാകും.
പോകുന്നുണ്ടാകും കേട്ടോ. പക്ഷെ ഒച്ചാനോനെ ഒരു വെടിയൊക്കെ കിട്ടുന്നുണ്ടാകും. അങ്ങനെ പുള്ളിക്കാരൻ അവിടെ നിന്ന് അങ്ങ് പോകും. എന്നിട്ട് നമ്മുടെ പെങ്കൊച്ചാണെങ്കിൽ അവളെയും കൊണ്ട് പെട്ടെന്ന് പോരും. അവൾ പറയുന്നുണ്ടാകും ഹോസ്പിറ്റലിൽ പോകണ്ട, കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആവുമെന്നും പറഞ്ഞ് അവരാണെങ്കിൽ ഇവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ ആ ഒരു ജിഹാനും അതുപോലെ തന്നെ ജിഹാൻ്റെ വൈഫൊക്കെ ആണെങ്കിൽ കഫേ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ദോഹാൻ പറയും നല്ല രീതിക്ക് നോക്കണം, യൂറാണ് പറഞ്ഞത് നിങ്ങളെ നോക്കണം എന്നുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞ് ഇവനാണെങ്കിൽ കോഫിയും കൊണ്ട് ആ ഒരു ചെറിയുടെ അടുത്തോട്ട് പോകുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ചെറി ഇങ്ങനെ പറയും ദേ ഇത് അവരുടെ അടുത്ത് നിന്ന് കിട്ടിയൊരു സംഭവമാണ്, ഒച്ചാനും തന്നതാണ് എനിക്ക്, അവരുടെ എന്തോ ഒരു ഹിഡൻ ഫോണാണെന്നും പറഞ്ഞ് അവനിക്ക് ആ ഒരു ഫോൺ കൊടുക്കുന്നുണ്ടാകും. അങ്ങനെ ഇവനാണെങ്കിൽ ആ ഒരു ഫോണായിട്ട് വരുമ്പോൾ അതിൽ പ്രത്യേകിച്ച് ഡാറ്റാസ് ഒന്നും ഉണ്ടാവുന്നില്ല കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അവൻ അങ്ങനെ ഓഫീസിൽ വന്നിട്ട് ആ ഒരു ഫോൺ നോക്കുമ്പോൾ അതിലങ്ങ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവൻ ആ സ്ക്രൂ ഡ്രൈവറൊക്കെ അയച്ചിട്ട് അകത്തോട്ട് നോക്കുമ്പോൾ എന്തോ ഒരു കോഡ് ഭാഷ പോലെ തോന്നും. എന്നിട്ട് ചെറിയടുത്ത് പറയും ഇടി ഇതിലെന്തോ പ്രത്യേകതയില്ല, ഒരു കോഡ് ഭാഷ പോലെയില്ല എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും ഇത് വേൾഡ് വാർ സെക്കൻഡിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരു കോഡ് ഭാഷയാണ്, എന്തൊക്കെയോ കൂട്ടിയിട്ടുണ്ടല്ലോ, എനിക്കങ്ങ് മനസ്സിലാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ യൂറയാണെങ്കിൽ ഒച്ചാനിയോന് ആ ഒരു മരുന്നൊക്കെ ഇട്ട് കൊടുക്കണമായിരിക്കും. അപ്പോൾ ഒച്ചാനിയോൻ ഇങ്ങനെ പറയും ഇടി നീ വിചാരിക്കണ പോലെ എല്ലാം മൊത്തയിൽ നിന്നെ കൊണ്ടൊന്നും അവരൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയുന്നുണ്ടാകും എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഞാൻ ഏതൊരു അറ്റം വരെ ഞാൻ പോകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആ ഒരു ഡ്രസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ദോഹാന അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഈ ഒരു കോഡ് ഭാഷനെ പറ്റി ചോദിക്കുമ്പോൾ അയാളാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ടാകും വാര്യർ ഇന്നൊരു സ്ഥലത്ത് ഇന്നൊരു 8 മണിക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും. പെട്ടെന്ന് തന്നെ അവനാണെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടാവും കേട്ടോ. വേറൊന്നുമല്ല, ആ ഒരു മൊത്തയിലാണെങ്കിൽ കൊറിയയിലേക്ക് ആ ഒരു 8 മണിക്ക് ഏതോ ഒരു ഷിപ്പ് കയറി വരുന്നുണ്ടാകും ആ ഒരു ഷിപ്പ് യാർഡിലേക്ക്. അങ്ങനെ ആ ഒരു മൊത്തയിൽ വന്നു കഴിഞ്ഞിട്ട് കാറിൽ കയറി കഴിഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടാകും എന്താ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു, അവരൊക്കെ കാര്യം തീർത്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ടാകും എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അയാൾ പറയും കുഴപ്പമില്ല ഞാൻ തേകൂടത്തേക്കാണ് പോണത്, തേകൂടെ കാര്യം ഞാൻ തന്നെ തീർത്തോളാം എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ദോഹാൻ അങ്ങനെ അങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവനിക്കാണെങ്കിൽ ആ ഒരു മൊത്തയിലെ മിസ്സായി പോയിട്ടുണ്ടാകും. അപ്പം തന്നെ ചെറിയനെ വിളിച്ചിട്ട് എടി പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യാനൊക്കെ പറയുന്നുണ്ടാകും, ആ ഒരു ലൊക്കേഷൻ ട്രേസ് ചെയ്യാനൊക്കെ പറയുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ യൂറയാണെങ്കിൽ ഏതോ ഒരു ലോക്കറിൽ ചെന്ന് അവളുടെ സാധനങ്ങളൊക്കെ എടുക്കട്ടോ, എന്തോ ഗണ്ണൊക്കെയാണ് എടുത്തിട്ട് ആ ഒരു ടാക്സി കയറി പോകുന്നുണ്ടാകും. എന്നിട്ട് ആ ഫാമിലിനെയൊക്കെ നോക്കി നിൽക്കുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ ആ ഒരു മൊത്തയിലാണെങ്കിൽ നമ്മുടെ തേഗുടെ വീട്ടിലേക്ക് വരും. തേഗു ആണെങ്കിൽ ആ ഒരു വെടി കൊണ്ടുകൊണ്ട് തന്നെ അവനതൊക്കെ ഡ്രസ്സ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ കത്തിയും പിടിച്ച് നിൽക്കുമ്പോൾ തന്നെ ഈ ഒരു മൊത്തയിലിനെ കാണുമ്പോൾ ഇവൻ്റെ പകുതി ജീവൻ അങ്ങ് പോകും. അങ്ങനെ മൊത്തയിലകത്തോട്ട് വരുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും നിങ്ങളാർന്നല്ലേ ഞങ്ങളൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തത് നിങ്ങളാർന്നല്ലേ എന്നൊക്കെ പറയുമ്പോൾ അയാൾ പറയും അതെ ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു, ഓരോന്നും ചെയ്തിട്ടും എൻ്റെ രാജ്യത്തിന് അതൊന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളൊക്കെ കൊന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു രാജഭരണം മാറിയപ്പോഴായിരുന്നു പുള്ളിക്കാരൻ അവരെയൊക്കെ കൊന്നിട്ട് നല്ലവനാവാൻ ശ്രമിച്ചത്. ആ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടിരിക്കുമ്പോൾ തന്നെ ഇയാളിങ്ങനെ പറയുന്നുണ്ടാകും ഞാൻ മുന്നേ ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് മറച്ചു പിടിക്കണം, അതുകൊണ്ട് തന്നെ നിങ്ങളിൽ കുറച്ച് പേരൊക്കെ മരിക്കണം, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളൊക്കെ കൊല്ലാൻ ശ്രമിച്ചത്. എന്തായാലും ഇത്ര നാളെ നീ ഒരുപാട് കാര്യങ്ങൾ ചെയ്തില്ലേ, അതിനൊക്കെ ഒരുപാട് നന്ദിയെന്നും പറഞ്ഞ് പുള്ളിക്കാരാണെങ്കിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ തന്നെ ദോഹാനാണെങ്കിൽ ആ ഒരു പുള്ളിക്കാരൻ്റെ കയ്യിലേക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ടാകും കേട്ടോ. ഷൂട്ട് ചെയ്തിട്ട് ആ ഒരു ഗണ്ണ് വെച്ച് ഒറ്റയടി കൊടുക്കുമ്പോൾ പുള്ളി അങ്ങ് ബോധം കെട്ട് വീഴുന്നുണ്ടാകും. എന്നിട്ട് അവൻ പറയും ഇവനെ ഞാൻ കൊണ്ടുപോകാന്ന് പറയുമ്പോൾ അവൻ പറയും നീ പെട്ടെന്ന് യൂറ എടുത്ത് ചെല്ലണം, ഇവരുടെ അടുത്ത ടാർഗറ്റ് യൂറയാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ യൂറയാണെങ്കിൽ ആ ഒരു പറഞ്ഞ അഡ്രസ്സ് വേറൊന്നും അല്ലായിരിക്കും, നമ്മുടെ ദോഹാൻ വർക്ക് ചെയ്യുന്ന സ്ഥലമായിരിക്കും. ഇവളാണെങ്കിൽ ഗണ്ണായിട്ട് അങ്ങോട്ടേക്ക് ചെന്ന് എന്തൊക്കെയോ ഗൺ ഫൈറ്റ് ഉണ്ടാവുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതോടെയാണ് എപ്പിസോഡ് 11 തീരുന്നത്. ഇനി ഒരു എപ്പിസോഡും കൂടി ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.